എല്ലാവർക്കും റസോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പൊട്ടിയപ്പാണ്. ഒരു കറുമുറയെ കഴിക്കാൻ പറ്റുന്ന ഒരു ചിപ്സ്. പഴയ കാലത്തെ ചിപ്സാണ്, നാടൻ ചിപ്സ്. നമ്മുടെ മലബാർ ഏരിയയിലും പണ്ട് കാലത്തേ ഉള്ളതാണ്. അത് മധുരത്തിലും മാത്രമായിട്ടുണ്ടാക്കും. പിന്നെ എരിവും മസാല ചുവയുള്ള പൊട്ടിയപ്പം. അതും നല്ല ടേസ്റ്റാണ്, മധുരം മാത്രം നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് മധുരവും എരിവും മിക്സായിട്ടുള്ള ഒരു പൊട്ടിയപ്പമാണ്. ഞാൻ എങ്ങനെയാണ് ചെയ്യാറ്, മധുരവും എരിവും ചേർന്ന്, അതായത് കഴിക്കുമ്പോൾ മധുരം ഉണ്ടാവും, പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എരിവടിക്കും. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ഇന്ന് ഉണ്ടാക്കാം. അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അത് 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 1-1.5 ടീസ്പൂൺ. പിന്നെ വേണ്ട കറുത്ത എള്ളാണ്, എള്ള് ചേർക്കുന്നു. 2 ടീസ്പൂൺ എള്ള്, 2 ടീസ്പൂൺ കറുത്ത എള്ളും 1 ടീസ്പൂൺ ചെറിയ ജീരകം. പിന്നെ കുറച്ച് മുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കും. രണ്ട് ടീസ്പൂൺ മുളക് പൊടി. പിന്നെ കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം ചേർത്ത് ഇത് കുഴച്ചെടുക്കണം. എത്രത്തോളം ടൈറ്റാക്കി കുഴക്കാൻ പറ്റുമോ അത്രയും മുറുകെ കുഴച്ചെടുക്കണം. വെള്ളം കൂടി പോകരുത്. ഇത് 2 ഭാഗമാക്കി വെക്കാം. നമുക്കിതിനെ നേരിയതായിട്ട് പരത്താം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു പേസ്ട്രി കട്ടർ കൊണ്ട് വേണം കട്ട് ചെയ്യാൻ. അത് കത്തി കൊണ്ടായാലും മതി, ഇതാവുമ്പോൾ എളുപ്പമാണ്. അതായത് നമ്മൾ ഇറച്ചിപ്പത്തിലെല്ലാം കട്ട് ചെയ്യുന്ന ഇതുപോലുള്ള കട്ട്, ഇങ്ങനെ കട്ട് ചെയ്യും. ഇതുപോലെ അത് ചെരിച്ചിട്ടോ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. നമുക്കിനി പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കണം. അതിനു വേണ്ടി 1 കപ്പ് പഞ്ചസാര എടുത്ത് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കണം. 1 കപ്പ് പഞ്ചസാരക്ക് 1/2 കപ്പ് വെള്ളം. അരക്കപ്പ് വെള്ളം ചേർത്ത് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളക്കട്ടെ. അത് നന്നായി തിളച്ച് നല്ല ഒട്ടുന്ന പാകത്തിലായാൽ, അതായത് ഒരു 3 നൂൽ പരുവത്തിലായാൽ അത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വറുത്ത് വെച്ച പൊട്ടിയപ്പത്തിൽ സ്പ്രെഡ് ചെയ്ത് അതൊന്ന് ഇളക്കി കുലുക്കി എല്ലാ ഭാഗത്തുമാക്കിയിട്ട്
വേണം നമുക്ക് ഇത് ചെയ്യാൻ. ഇതാ കണ്ടില്ലേ, പൊട്ടുന്നുണ്ട്. ഇതൊന്ന് വായിലിട്ട് ചവച്ചാൽ നല്ല കറുമുറയെന്നാവും. നന്നായിട്ട് പൊട്ടിയപ്പം നന്നായിട്ട് പൊട്ടുന്നുണ്ട്. ഇത് ശരിക്കും ഒരു പൊട്ടിയപ്പം തന്നെ. ഇതിന് പഞ്ചസാരയും കൊണ്ട് ചേർത്താൽ വെരി ടേസ്റ്റി ആയിരിക്കും. പഞ്ചസാര സിറപ്പ് നല്ല കട്ടിയായിട്ടുണ്ട്, ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ഈ പഞ്ചസാര സിറപ്പ് ഇതിലേക്ക് ചേർക്കാം. ഞാനിതിൻ്റെ ചേരുവകളും ഇതുണ്ടാക്കുന്ന വിധവും ഒന്നുകൂടി പറയാം. 2 കപ്പ് മൈദ വേണം. 2 കപ്പ് മൈദക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ടീസ്പൂൺ കറുത്ത എള്ള്, 2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല ടൈറ്റായി കുഴക്കണം. നല്ല മുറുകണം മാവ്. നല്ല മുറുകെ കുഴച്ച് അത് നേരിയതായിട്ട് പരത്തണം. എത്രത്തോളം നേരിയതായിട്ട് പരത്താൻ പറ്റുമോ അത്രയും നേരിയതായിട്ട് പരത്തണം. എന്നിട്ട് അതൊരു കട്ടർ കൊണ്ട് കട്ട് ചെയ്തെടുക്കണം. ഏത് ആകൃതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്ത് അത് നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് ചൂടായ എണ്ണയിൽ പൊരിച്ചെടുക്കണം. പഞ്ചസാര സിറപ്പ് സ്പ്രെഡ് ചെയ്ത് നന്നായി കുലുക്കി ചേർത്തതിന് ശേഷം ചൂടാറിയാൽ നമുക്കിതൊരു ഡബ്ബയിലിട്ട് വെക്കാം. എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണേ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ചിപ്സാണിത്. കുട്ടികൾക്കെല്ലാം വീട്ടിലുണ്ടാക്കി കൊടുക്കാം. നമ്മൾ പുറത്തു നിന്ന് വാങ്ങിക്കൊടുക്കുന്നതിന് പകരം, ചിപ്സ് പുറത്തു നിന്ന് വാങ്ങിക്കൊടുക്കുന്നത് അത്ര നല്ലതല്ല. വാങ്ങിക്കൊടുക്കുന്നതിന് പകരം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വളരെ ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇനി നല്ലൊരു പുതിയ റെസിപ്പിയുമായിട്ട് വരുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ താങ്ക്സ്.